everyone, welcome back to the channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on another scene from the movie Arm, and जो intro scene था it was really amazing and the visual looks stunning guys, and उसमें आपको एक powerful intro देखने को मिलेगा टोविनो थॉमस का. So let's see आगे कहानी में क्या कुछ होता है. Before that, अगर आप लोग मेरे चैनल नए हैं then just subscribe कर लो, subscribe and keep supporting me, and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. എന്നാലും ഒറ്റൊരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിന് നിനക്ക് ആ വിളക്ക് ഇനിയും കാണണോ? എനക്കും നമ്മളെ കൂട്ടർക്കും ഇനി എങ്ങനെ ജ്യോതി വിളക്ക് കാണാൻ പറ്റും? ഇന്നാട്ടിലെ എല്ലാരും തീണ്ടലില്ലാതെ ജ്യോതി വിളക്ക് കാണണമെന്ന എന്റെ ആഗ്രഹം. ആ നക്ഷത്രക്കല്ല് പൊട്ടി വീണെടുത്ത് ഞാൻ ആ വിളക്ക് പ്രതിഷ്ഠിക്കാൻ പോവാ. പക്ഷേ ഭഗവാന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു മോളെ. നാട് മുഴുവൻ വസൂരി വന്ന ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. പേടിച്ചിട്ട് സ്വന്തക്കാര് പോലും തിരിഞ്ഞു നോക്കാത്തൊരു കെട്ട കാലം. വേണ്ട മോനെ, ദേവി വിളയാടി ഇനി കേറണ്ട. ദേവി വിളയാടിയതാണെങ്കിൽ അതിനുള്ള പ്രതിവിധിയും ദേവിക്ക് അറിയായിരിക്കുമല്ലോ. വരുത്തം വന്നാൽ ചികിത്സിക്കണം. ചോദീനെ കൊണ്ടുപോയതിന്റെ 10ാം നാള് കേളൂനും വസൂരി വന്നു. ചിലപ്പോ ചോദീന്റെ വസൂരി കേളു ആവാഹിച്ചെടുത്തതും ആവാം. അങ്ങനെയും കഥകളുണ്ട്. ചോദി പ്രതിഷ്ഠ കഴിഞ്ഞോ? മോൻ വിചാരിച്ചോലല്ല ഒന്നും. ആ കൂട്ടരൊന്നും കേട്ടിട്ടില്ല. तो वो राजा है. മാനവർമ്മ ഒരു കുറിപ്പ് ഏൽപ്പിച്ചിട്ടുണ്ട്. രഹസ്യ സ്വഭാവം എന്ന കൽപ്പന. ऐसा क्या है भाई? पढ़ते चला भी देते बिकॉज इट्स अ वेरी सीक्रेट लेटर. बट ऐसा क्या था उसमें? ആ ഓലയില് മൂപ്പര മനസ്സിന് വിഷമിപ്പിച്ച എന്ത് കാര്യം ഉണ്ടായെന്നുള്ളത്. सही में ऐसे क्या लिखा गया था? ओ किसी को भी पता नहीं ऐसे क्या लिखा गया था उसमें. കുഞ്ഞിക്കേളുവിനെ കേട്ട് വളർന്ന ഹരിപുരത്തുകാര് അങ്ങനെ കളരിക്കാരായി. ശ്രീബോധി വിളക്ക് പ്രതിഷ്ഠിച്ച ഈ നാട് ജ്യോതികാവുമായി. കുഞ്ഞിക്കേള് കൊണ്ടുവന്ന വിളക്ക ഈ നാടിന്റെ ഐശ്വര്യം. 5 കൊല്ലത്തിലൊരിക്കൽ കാവൽ നടക്കുന്ന അങ്കത്തല്ലില്ലേ, അത് കുഞ്ഞിക്കേളുവിനുള്ള പ്രശ്നവിധിയാണ്.
വിളക്ക് കൊണ്ടുവന്നതിന്റെ ഓർമ്മക്ക്. അപ്പോ ചോദ്യനെയും കുട്ടി ഓളുടെ അമ്മ നാഗർകോവിലറ്റം പോയി നാ കേട്ടിട്ടില്ല. നാരായണ നാരായണ. അമ്മമ്മ ചോദിക്ക് ഗർഭം ഉണ്ടായിരുന്നോ? ആഹാ, ചെറിയ വായിൽ പറയേണ്ട വർത്താനം ഏതൊക്കെ. പിന്നെ നീ കഥ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. നാട്ടുകാർക്ക് എന്താ പറഞ്ഞൂടാത്ത? അമ്മമ്മ അപ്പോ മണിയന്റെ കഥയോ? രാത്രി കിടക്കുമ്പോ വല്ല ഭഗവാന്റെ നാമം വിളിക്കുന്നതിന് പകരം ചിയോതി വിളക്ക് കേട്ട ആ കള്ളന്റെ കഥയാ നിനക്കറിയണ്ട? ഉറങ്ങടി. ഓന്റെ കഥയൊന്നും രാത്രി പറയാൻ കൊള്ളൂല മോളെ. നാടായ നാട് പറ്റും കട്ടുപിടിച്ച് നടക്കുന്നവരെ കൂടി തലയോർത്ത് പിടിച്ച് നടക്കാൻ പറ്റാണ്ടായി. കക്കുന്ന തിന്നുന്ന നായിരി കാര്യഗുരുക്കളും കുമാരൻ ഗുരുക്കളും ആൾക്കാരെ എത്തിയിട്ടില്ലേ? എല്ലാരും ഉണ്ടോ പേരെ? 4 ഭാഗത്തും നോക്കി നിന്നോളണം. ഓൻ ഏലിയും വരും. ഇന്നോടെ നിൽക്കണം. ഓന്റെ ഈ മണിയടി കൊന്നിട്ടായാലും വേണ്ടില്ല. കള്ള ബടുവൻ. എന്റെ അമ്മ മണിന്റെ ഒച്ചല്ലേ കേൾക്കുന്നത്? മണിയൻ ओ टोविनो थॉमस अब चोर कैसे बन गए? वो तो गांव वालों को प्रोटेक्ट करते थे। ओ ये सीन ट्रेलर में देखने को मिला था। ये चोर तो बहुत ही खतरनाक है। द वे इज रनिंग, ओ माय गॉड, लुक एट द स्पीड गाइस। मतलब इनको पता ही नहीं चल रहा है कहाँ से आ रहा है कहाँ से जा रहा है। ओह माय गॉड, सारे आग बुझा दिए। എന്റെ മാല അതാ ഞാൻ അപ്പളേ പറഞ്ഞല്ലേ വേണ്ട വേണ്ട. മാല മാത്രമല്ല സ്വർണ്ണ പല്ലും പോയി. Dawn, oh my god. മണിയാ അസുരനാ, അസുരൻ. खतरनाक चोर। മണിയനാള് ഭയങ്കരനാ. അച്ഛനും അച്ഛനും 10-100. Guys, this is the second scene from the movie Arm, and here you will see a different look of टोविनो थॉमस, and I think शायद इस मूवी में वो डबल रोल प्ले करें, बिकॉज जो फर्स्ट रोल था वो जो था वो कैरेक्टर वो ही वॉज हेल्पिंग एवरीवन, एंड ऑल्सो वो किस तरह से वो जो भगवान है उनको लेके आया अपने गांव में, एंड ये जो कैरेक्टर है बहुत ही डिफरेंट है। लाइक द वे ही केम एंड ऐसे चोरी किए, इतना स्मूथली वो हाथ सफाई करते ना गाइस, लाइक इतना स्पीड में आए, पूरा आग बुझ गया, देन सबका चोरी करके भाग गए, किसी को पता भी नहीं चला। लाइक फेस टू फेस आए लेकिन उनको पता नहीं चला कि उनका गोल्ड का टीथ भी ले गए एंड वो जो माला था वो भी ले गए। मतलब इतना कमाल तरीके से हाथ सफाई करते हैं एंड बहुत ही स्पीड से आए। सो यहाँ देखने को मिलता है कि वो एक चोर हैं, बट इंट्रो में देखने को मिला था जो कैरेक्टर, उसमें आपको एक डिफरेंट सुनने को मिलेगा। सो लिटिल बिट कंफ्यूजन इज़ देयर कि ये दोनों कैरेक्टर सेम हैं या डबल रोल वो प्ले करें, शायद आगे के सीन में पता चलेगा। स्टोरी सुनने को मिलता है गांव के बारे में, फिर उसके बाद टोविनो का फिर से और एक इंट्रो होता है। सो लेट्स सी आगे कहानी में क्या कुछ होता है या नहीं। तो गाइज आई थिंक आगे शायद कहानी थोड़ा क्लियर हो जाएगा, अभी थोड़ा कंफ्यूजन है। सो आई होप यू लाइक वीडियो, एंड इफ यू आर हियर फॉर द फर्स्ट टाइम डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल। फिर मुलाकात होगी अगले रिएक्शन वीडियो के साथ, तब तक बाय बाय।